ഒരു ഫോൺ വാങ്ങണം. ബ്രോ സാംസങ് വേണം, ഐഫോൺ വേണം. ഒരു കാറ് വാങ്ങണം. ബ്രോ വൈറ്റ് മതി, ബ്ലാക്ക് എടുക്കണ്ട. ബ്ലാക്ക് എടുത്താൽ സ്ക്രാച്ച് എടുത്ത് കാണിക്കും. ഉപദേശത്തിന് ഒരു കുറവില്ലാതെ നാടാ നമ്മള്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ജമീൽ ഫ്രം ജെറ്റ് ടോക്സ്. അപ്പൊ അതാണ് അവസ്ഥ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറിങ്ങുമ്പോഴും ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ട് വന്നിട്ട് കുറെ അഭിപ്രായം പറയും. അതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടെത്തിക്കും. ഇപ്പോ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറെ നല്ല നല്ല ഫ്രണ്ട്സ് വന്നിട്ട് കുറെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നെ എത്തിച്ചത് ഓരോ വലിയ വലിയ തെറ്റിദ്ധാരണയിലേക്കായിരുന്നു. ഒന്നാമത്തെ തെറ്റിദ്ധാരണ, നമ്മൾ വൈഫിനോട് കൂടുതൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. കൂടുതൽ എക്സ്പ്രസ് ചെയ്താൽ അവർ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. ഈ തെറ്റിദ്ധാരണ എനിക്ക് മാറിക്കിട്ടിയത് എന്റെ കോളേജിലെ ഒരു സീനിയർ ജയ്ക്കർ ഭായിനെ പരിചയപ്പെട്ടു വേണം. ഹലോ ജയ്ക്കർ ഭായ്, ഹൗ ആർ യു? I'm fine, thank you. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 18 years. വൈഫിനോട് സ്നേഹം ഇടയ്ക്കിടെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. Yeah, but I'm expressing my love, but she's not taking me seriously sometimes. When I say I love you, I like you, I always say, oh, come on. This is the truth. കണ്ട, പാവം അത്രയൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ടും വൈഫ് തീരെ മൈൻഡാക്കില്ല അത്ര. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, നമ്മൾ ആണുങ്ങള് ഒരു ലെവലിൽ നിൽക്കണം. ഒരു കാരണവശാലും സോറി പറയാൻ പാടില്ല. ഈ തെറ്റിദ്ധാരണ എനിക്ക് മാറിയത് എന്റെ സീനിയർ സിറാജ് ഭായിനെ പരിചയപ്പെട്ടതാണ്. പൊതുവെ തല്ലുണ്ടാവുമ്പോ ആരാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? സിറാജ് ഭായി ആണോ അതോ വൈഫാണോ? പൊതുവെ ഒരു ഇഷ്യൂ തീരണമെങ്കിൽ മിക്കപ്പോഴും ആണുങ്ങളായിരിക്കും കൂടുതൽ ലീഡെടുക്കുന്നത്. ലോങ് ലാസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മിക്കപ്പോഴും നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കും. ഓക്കെ ഒന്നല്ലെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പറയും പോട്ടെ. അങ്ങനെ ഇറ്റ്സ് ഗീവ് ആൻഡ് ടേക്ക്. പുള്ളിക്കാരത്തെയും വരാറുണ്ട് ചില സമയത്ത്. ഞാൻ കുറച്ച് അറകണ്ടാവും, അപ്പോൾ പുള്ളിക്കാരത്തെയും അതുപോലെ ഇറ്റ്സ് അങ്ങനെ അധികം നീണ്ടുപോകാതിരിക്കാൻ എപ്പോഴും നോക്കും. ബിക്കോസ് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മളത് സോൾവ് ചെയ്യാൻ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇറ്റ്സ് ഗീവ് ആൻഡ് ടേക്ക്, അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ തെറ്റിദ്ധാരണ, കല്യാണം കഴിക്കുമ്പോണ്ടാകുന്ന റൊമാൻസ് ഒന്നും പിന്നെ ഉണ്ടാവില്ല. ഈ തെറ്റിദ്ധാരണ എനിക്ക് മാറി കിട്ടിയത് ജവാഹിർ ഭായിനെ പരിചയപ്പെട്ടപ്പോഴാണ്. ജവാഹിർ ഭായി വൈഫിനെ വിളിച്ചിട്ട് റാൻഡംലി അവർ ഫോൺ എടുക്കുമ്പോ ഒരു പാട്ട് കൊടുക്കും. I think I can do, yeah. ഹലോ Hello? ആ ഇത് ഞാനാ, ജവാഹിർ. എന്താ അത് ഒരു പാട്ട് പാടണമെന്ന് അറിയുന്നത്. പഠിക്കാം. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. ये दिल बेकरार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. हमें तुमसे प्यार. എങ്ങനെയുണ്ട്? സൂപ്പർ. How do you feel now? What do you think? പീസ്ഫുൾ. അപ്പം താങ്ക് യു. പിന്നെ ഈ പറഞ്ഞ തെറ്റിദ്ധാരണൊന്നും കൂടാണ്ട് വേറെയും ചില കോമൺ തെറ്റിദ്ധാരണയുണ്ട്. ഫോർ എക്സാമ്പിൾ, എപ്പോഴെപ്പോഴും പ്രസൻസ് വേണം, അതായത് 24/7 അവൈലബിലിറ്റി. ഇതെന്ത് കസ്റ്റമർ കെയറാ? പിന്നെ അതും കൂടാണ്ട് ചെറിയ ചെറിയ ഡേറ്റ്സ് ഓർമ്മിച്ചേക്കാം. ഈ ബർത്ത്ഡേ, എൻഗേജ്മെന്റ്, അതൊക്കെ ഓർമ്മിച്ചോക്കലൊക്കെ. അത് കൂടാണ്ട് ഫസ്റ്റ് മീറ്റ് ചെയ്തത്, ഫസ്റ്റ് കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയത്, പിന്നെ സിനിമക്ക് പോയത്, അങ്ങനെ കുറെ ചെറിയ ചെറിയ ഡേറ്റ്സ് ഉണ്ട്. അതൊക്കെ ഓർമ്മിച്ചോക്കണം. അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതുപോലെ കുറെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഉപദേശം കേട്ട് ഓരോ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ വലിയ തെറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ഈ പറയുന്ന ഉപദേശമൊക്കെ ഒന്നുകിൽ അവർക്ക് എക്സ്പീരിയൻസ് നിന്ന് കിട്ടിയത്, അതല്ല പിന്നെ അവർക്കുണ്ടായ തെറ്റിദ്ധാരണ. അത് അതുപോലെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു കാര്യമില്ല. ഇത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും. നിങ്ങൾക്ക് തോന്നുന്ന ശരി എന്താണോ അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പൊ പോയിട്ട് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അടിപൊളിയായി ജീവിക്കുക. സോ മൈ ഫ്രണ്ട്സ്, thank you for watching my video. If you find this helpful, please share it with your friends and family. Thank you.